യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പ്രത്യേക പ്രപ്പോസൽ അമേരിക്ക ഇറാൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് ഇറാൻ്റെ റെസ്പോൺസ് പ്രതീക്ഷിച്ചിങ്ങനെ കാത്തിരിക്കുന്ന ഈ വേളയിൽ അമേരിക്കയിലെ ഏറ്റവും പ്രമുഖനായ ഒരു അനലിസ്റ്റ് CNN വേണ്ടി വർക്ക് ചെയ്യുന്ന സ്റ്റീഫൻ കൊളിൻസൺ എന്ന അനലിസ്റ്റ് പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്നറിയണം. എങ്ങനെയെങ്കിലും ഇപ്പോൾ ഈ എലിപ്പെട്ടിയിൽ വീണതുപോലത്തെ ഒരു അവസ്ഥയിൽ നിന്ന് അമേരിക്കയ്ക്ക് ഈ ഒരു ട്രാപ്പിൽ നിന്ന് പുറത്തു കിടക്കണം. രണ്ട് കാര്യങ്ങളാണ് അമേരിക്ക നേരിടുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒന്ന്, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വഷളായി വന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം കൂടുകയാണ്. എന്നുവെച്ചാൽ യൂറോപ്പ് എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുമായിരുന്ന യൂറോപ്പിൽ തന്നെ ഇപ്പോൾ വിഘടിത ശക്തികളായിട്ട് മാറി നിന്നുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ പരസ്യമായിട്ട് അഭിപ്രായം പറയാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. രണ്ടാമത്തേത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നമാണ്. ആഭ്യന്തരമായിട്ട് വില കൂടുതൽ മാത്രമല്ല, ബഡ്ജറ്റിൻ്റെ വിഷയങ്ങളുണ്ട്. കരുതി വെച്ചിരുന്ന 6 ആഴ്ചത്തെ ഫണ്ട് കഴിഞ്ഞു പോയി. 6 ആഴ്ച കഴിഞ്ഞപ്പോൾ 10ാമത്തെ ആഴ്ചയിലേക്ക് യുദ്ധം പ്രവേശിച്ചു. വിചാരിച്ച സ്ഥലത്ത് പിടിച്ചു കെട്ടാൻ പറ്റിയിട്ടില്ല. വാക്കുകൾ കൊണ്ടുള്ള യുദ്ധവിജയമാണെങ്കിൽ അതെന്നേ കഴിഞ്ഞു, പക്ഷേ യുദ്ധം തീർന്നിട്ടില്ല എന്ന് സ്റ്റീഫൻ കൊളിൻസൺ പറയുകയാണ്. ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഒരു പ്രപ്പോസലും കൊടുത്തിട്ട് ഇറാൻ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കിയിരിക്കുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞ് ട്രംപിനെതിരെ ജനരോഷം തന്നെ ഉണ്ടായി വരുന്ന സാഹചര്യമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സ്റ്റീഫൻ കൊളിൻസന്റെ വാക്കുകൾ അവസാനിക്കുന്നത്. ഇപ്പോൾ മധ്യസ്ഥരായി നിൽക്കുന്ന പാകിസ്ഥാനോടൊപ്പം ലേശം ചൈനയും കൂടി ചേർന്നിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കരാർ 1 പേജ് മെമ്മോ എന്നാണ്. അത് സ്വീകാര്യമാണെങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ തൽക്കാലം യുദ്ധം നിർത്തും. പിന്നെ 1 മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യാവുന്ന സംഭാഷണങ്ങളിലേക്ക് പോകും. ഇനിയൊരു യുദ്ധമുണ്ടാകാത്ത വിധം അതിനെ സീൽ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ്റെ ഉന്നത വൃത്തങ്ങളുമായി ഇന്നും ഈ വ്യാഴാഴ്ചയും സംഭാഷണം നടത്തി എന്ന റിപ്പോർട്ട് വരുന്നു. ഇതിനിടയിൽ നിർണായകമായി നടന്നൊരു കാര്യം, ഫെബ്രുവരി 28 ഒരു ആക്രമണമുണ്ടായി. ഇപ്പോഴത്തെ മൊജ്തബ അൽ ഖാമിനിക്ക് പരിക്ക് പറ്റി. അതിനുശേഷം ഇതാദ്യമായി ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ മൊജ്തബ ഖാമിനിയെ കണ്ട് സംഭാഷണം നടത്തി എന്ന റിപ്പോർട്ട് ഇന്ന് വരികയാണ്. അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ പ്രപ്പോസൽ, അതിനെന്ത് മറുപടി കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവർ തമ്മിൽ ചർച്ച ചെയ്തത്. വളരെ നിർണായകമായ ചർച്ചയായിരുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ പറയുകയാണ്. രാഷ്ട്രീയപരമായ സംഘർഷം, സാമ്പത്തികമായ അസ്വസ്ഥത മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് നേരിടുന്നത്. ഇപ്പോൾ മതപരമായിട്ടുള്ള ഇടപെടലിൻ്റെ കൂടി വശക്കേടായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ചില വാചകങ്ങൾ കൊണ്ട് പരമോന്നത അധ്യക്ഷനായ പോപ്പിനെ പിണക്കിയിരിക്കുന്നു എന്ന് ലോകം മുഴുവൻ സംസാര വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആവണം ഈ പോപ്പിനെ കാണാൻ വേണ്ടി അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് വത്തിക്കാനിലെത്തുകയും ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു നാഗരികത മുഴുവനും ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കും എന്ന് പറയാനുള്ളൊരു അവകാശം ഒരു മനുഷ്യനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോപ്പ് പ്രതികരിച്ചത്. അതിനെതിരെ ട്രംപ് വളരെ ശക്തമായി മറുപടി അന്ന് കൊടുക്കുകയും ചെയ്തു. പോപ്പിൻ്റെ സ്ഥാനമാനങ്ങൾ നോക്കാതെ കണ്ടുള്ള മറുപടിയാണെന്ന് ലോകത്ത് എല്ലാ വിശ്വാസികളും പറയുകയും ചെയ്തു. ഇപ്പോഴും ഈ ചർച്ചയൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്ന സമയത്തും ട്രംപ് പറയുന്നത് ഇറാൻ്റെ ആണവായുധ നിർമ്മാണത്തെ പരോക്ഷമായിട്ട് പോപ്പ് പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് ശരിയല്ല എന്ന മട്ടിൽ വീണ്ടും പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ദുബായിലെ DP വേൾഡ് ലോകത്താദ്യമായ ഒരു പുതിയ ഇൻഷുറൻസ് പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുകയാണ്. വാർ റിസ്ക് ഇൻഷുറൻസ് സൊല്യൂഷൻ എന്നാണ് ഇതിന് പറയുന്നത്. യുദ്ധകാലത്ത് ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സമ്പൂർണ്ണമായ സൊല്യൂഷൻ അടക്കം ചെയ്തിരിക്കുന്ന, മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു പരിപാടിയാണ് DP വേൾഡ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് ദുബായ് മീഡിയ ഓഫീസ് ഇന്ന് അറിയിച്ചു. സാധാരണ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തു നിന്ന് കപ്പലിൽ കണ്ടെയ്നറൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ, അപകടം പറ്റിയാൽ ഒക്കെ കിട്ടുന്ന ഇൻഷുറൻസാണ്. മറുതീരം മറ്റു പോർട്ട് എത്തുന്നത് വരെയുള്ള ആ റിസ്ക് ആണ് ഏറ്റെടുക്കുന്നത്. ഓഷൻ ട്രാൻസിറ്റ് എന്ന് പറയും. എന്നാൽ ഇപ്പോൾ DP വേൾഡ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഭാഗത്ത് കൊണ്ടുവരുന്നത് മാത്രമല്ല, ഒരുപക്ഷെ അവിടെ കെട്ടിക്കിടന്നാൽ അടുത്ത പോയിന്റിലേക്ക് ഇതിനെ എങ്ങനെ എത്തിക്കാം, ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള കാലതാമസം വന്നാലോ മറ്റെന്തെങ്കിലും കേടുപാടുകൾ വന്നാലോ അതൊക്കെ കവർ ചെയ്യുന്ന സമഗ്രമായിട്ടുള്ള ഒരു സിംഗിൾ ഇൻഷുറൻസ് പോളിസി എന്നത് വെച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ ലോക മാതൃകയാണ്. കച്ചവടക്കാർക്കും ട്രേഡേഴ്സിനും എക്സ്പോർട്ടേഴ്സിനൊക്കെ വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഈ യുദ്ധത്തിൻ്റെ സമയത്ത് വിചാരിച്ച സമയത്ത് കണ്ടെയ്നറുകൾ, ഷിപ്പുകൾ എത്താത്തത് കൊണ്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, വിലക്കയറ്റമൊക്കെ, സാധനങ്ങൾക്ക് കേടുപാടുകൾ പറ്റുന്നതൊക്കെ, അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് ദുബായ് ലോകത്തിന് മാതൃകാപൂർവം കാണിച്ചു കൊടുക്കുന്നത്.
ദുബായിയുടെ മാതൃക ഇതിൽ മാത്രമല്ല. എമിറേറ്റ്സ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ലോകത്തെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യോമയാന ഇൻഡസ്ട്രിക്കൊക്കെ വലിയ ചതവ് പറ്റി, അടിപറ്റി ഈ സമയത്ത് എന്നാണ്. ഇന്നിതാ ജീവനക്കാർക്കെല്ലാം 20 ആഴ്ചത്തെ ബോണസ് പ്രഖ്യാപിക്കുകയും മാത്രമല്ല റെക്കോർഡ് ലാഭത്തിൻ്റെ കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എമിറേറ്റ്സ് ഗ്രൂപ്പ്. യുദ്ധത്തിൻ്റെ സമയത്ത് ഇറാൻ നടത്തിയ അതിക്രമങ്ങൾ UAE നടത്തിയത് എന്തൊക്കെ, എവിടെയൊക്കെ, എത്രയൊക്കെ നഷ്ടം വന്നു, എത്ര ആളുകൾക്ക് പരിക്ക് പറ്റി, മരണം സംഭവിച്ചു, ഇതിൻ്റെയൊക്കെ സമഗ്രമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലീഗൽ അക്കൗണ്ടബിലിറ്റിക്ക് സമർപ്പിക്കാൻ എന്ന മട്ടിലുള്ളൊരു പുതിയ ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ വേണ്ടി UAE വൈസ് പ്രസിഡന്റ് ഉത്തരവിട്ടിരിക്കുന്നു എന്ന അറിയിപ്പ് വരികയാണ്. എന്തെല്ലാമാണ് സൈനികമായിട്ടും ടെക്നിക്കൽ സംബന്ധമായിട്ടും ഒക്കെ സംഭവിച്ചത്, നാശനഷ്ടങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ കേന്ദ്രങ്ങളിൽ ആക്രമണമുണ്ടായി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു യുദ്ധം അവശേഷിപ്പിക്കുന്ന UAE ഇറാൻ നടത്തിയ അതിക്രമങ്ങളുടെ പേരിലുള്ള സർവ്വകാര്യങ്ങളും എന്തുമാത്രം പ്രതിരോധിച്ചു, എന്തുമാത്രം സൈനിക ഇടപെടലുണ്ടായി, എങ്ങനെയാണ് സൈന്യം പ്രതികരിച്ചത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു ഡോക്യുമെൻ്റാക്കാൻ UAE തീരുമാനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ യുദ്ധമില്ലായിരുന്നെങ്കിൽ ഈദിൽ അദ്ഹ സമയത്ത് എവിടെയൊക്കെ പോകാൻ പറ്റിയ പ്ലാൻ ചെയ്യാമായിരുന്നു ആളുകൾക്ക്. UAE മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ കഴിയുന്നവർക്ക്. UAE മിക്കവാറും അറഫ ദിനം വരുന്നത് മെയ് 26 ആയിരിക്കുമെന്നും പെരുന്നാൾ 27 ആയിരിക്കുമെന്നും ഒക്കെയാണ് പൊതുവെയുള്ള നിരീക്ഷണം. അതൊക്കെ ഇനി കൃത്യമായിട്ടൊരു 10 ദിവസത്തിനകം അറിയാം. എങ്കിലും ഇപ്പോൾ 26-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ് അറഫ ദിനമെങ്കിൽ അന്ന് അവധിയാണ്. 27 പെരുന്നാളാണെങ്കിൽ അന്ന് അവധിയാണ്. സ്വാഭാവികമായിട്ടും 3 ദിവസത്തെ അവധി കിട്ടുമ്പോൾ വ്യാഴാഴ്ച 28-ാം തീയതി അവധി കിട്ടും. അങ്ങനെ 3 ദിവസം വന്നാൽ പിന്നെ വെള്ളിയാഴ്ച മാത്രമായിട്ട് ആളുകൾക്ക് ഒരു അവധി എടുക്കാനോ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവും. പിന്നെ ശനിയും ഞായറുമാണ്. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ 6 ദിവസത്തെ അവധി കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പബ്ലിക് അവധി സമ്പ്രദായത്തിൻ്റെ വക്കത്ത് നമ്മൾ വന്നു നിൽക്കുമ്പോൾ പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്ന ദൈന്യത എല്ലാവർക്കുമുണ്ട്. ഈ ഇറാൻ്റെയൊക്കെ എയർ സ്പേസിലൂടെ വേണ്ടേ കയറി പോകാനൊക്കെ, പല രാജ്യങ്ങളിലേക്ക് നമുക്ക് ഓണറേബിൾ വിസയൊക്കെ കിട്ടുന്ന പല രാജ്യങ്ങളിലേക്കും പോകാൻ. അതുകൊണ്ട് പലരുടെയും പ്രതീക്ഷകൾ അസ്ഥാനത്തായി മാറിയിരിക്കുന്ന ഒരു 6 ദിവസ അവധി അല്ലെങ്കിൽ 5 ദിവസത്തെ അവധി ആണ് വരാൻ പോകുന്നത് എന്ന കാര്യം മാധ്യമങ്ങളിലെല്ലാവരും പങ്കുവയ്ക്കുകയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara, Sharjah.